സാറേ, ഈ സത്യത്തിൽ ഈ ഇസ്രായേൽ, ഇറാൻ, ഫലസ്തീൻ, യമൻ, ലെബനോൺ തുടങ്ങിയ വാക്കുകൾ കഴിഞ്ഞ് കുറേ കാലമായിട്ട് മനുഷ്യൻ്റെ ഒരു സമാധാനക്കേടിൻ്റെ സൂചനകളായിട്ട് കേട്ടുകൊണ്ടേയിരുന്നതാണ്, എല്ലാ ദിവസവും ഉള്ള വാർത്തകളായിട്ട്. ഇപ്പോൾ ഒടുവിലത്തെ ഒരു അത്ഭുതകരമായൊരു പരിണതി, ഹിസ്ബുള്ള എന്ന ഇറാൻ അനുകൂല ഷിയ തീവ്രവാദ സംഘത്തെ പൊടുന്നനെ ആക്രമണം എന്നല്ല, ഭീഷണിയൊന്നുമല്ല, നിഷ്കാസനം എന്നൊരു അജണ്ടയുമായിട്ട് ഇസ്രായേൽ രംഗത്ത് വരികയാണ്. അതുമാത്രമല്ല, അത് അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാകും. റിസൾട്ട് മീൻസ് ഹിസ്ബുള്ളക്ക് ഒന്ന് തിരിച്ചടിക്കാൻ പോലും സമയം കൊടുക്കാതെ തുടച്ചു നീക്കുന്ന മട്ടിലുള്ള ഏകപക്ഷീയമായ ആക്രമണമായിട്ട് അത് പോവുകയാണ്. 20 മുതിർന്ന നേതാക്കളിൽ 19 പേരും ഇല്ലാതായി. ഏറ്റവും ആ പ്രസ്ഥാനത്തെ നയിക്കാനുള്ള മുഴുവൻ നേതൃത്വവും ഇല്ലാതായി. അവരുടെ അണികളിൽ അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് നിർത്തിക്കൊണ്ടിരുന്ന, ഈ ലെബനോണിൻ്റെ മണ്ണിൽ പോറ്റി വളർത്തിക്കൊണ്ടിരുന്ന, ഇസ്രായേലിന് നിത്യഭീഷണിയായി നിന്നുകൊണ്ടിരുന്ന ആ പ്രദേശം മുഴുവനും തുടച്ചു നീക്കുന്നൊരവസ്ഥയിലേക്ക് പറ്റി. ഇതിൽ സ്വാഭാവികമായിട്ടും ഈ അന്താരാഷ്ട്ര വാർത്തകൾ ഫോളോ ചെയ്യുന്നവരുടെ മനസ്സിലുണ്ടായേക്കാവുന്ന ആദ്യത്തെ സംശയം, എന്തേ ഹിസ്ബുള്ള ഇത്ര ദുർബലമായിരുന്നുവോ, അതോ ഹിസ്ബുള്ളക്ക് അവരുടെ പ്രഖ്യാപിത ശത്രുവായ ഇസ്രായേലിനെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോ അവർ? ഇസ്രായേൽ ഇത്രയേ ഉള്ളൂ എന്ന് അവർ കരുതിപ്പോയോ? എന്താണ് പറ്റിയത് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ കാര്യം. സാറിൻ്റെ കയ്യിൽ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം എന്താണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ കുറിച്ചുള്ള ഹിസ്ബുള്ളയുടെ ധാരണയിൽ പറ്റിയ പെശക്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സാറ് പുതുതായിട്ട് ഉള്ള വിവരങ്ങൾ ആളുകൾക്ക് അറിഞ്ഞുകൂടാ, പറയേണ്ടതാണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഇസ്രായേലിലെ ഒരു കോളമിസ്റ്റും പത്രപ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള ലെവ് ആരൻ എഴുതിയൊരു ലേഖനം ഞാൻ ഇന്ന് വായിച്ചു. അദ്ദേഹം മുൻപ് ഇസ്രായേൽ ഇന്ത്യ പാർലമെൻ്ററി ഫ്രണ്ട്ഷിപ്പ് ലീഗിൻ്റെ കോർഡിനേറ്ററും ഒക്കെ ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം അതെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇസ്രയേലിൽ നെതന്യാഹുവിനെതിരെ ജനങ്ങളുടെ പ്രക്ഷോഭം കാര്യമായിട്ട് നടന്നു. അത് 100 ബന്ദികൾ മറ്റേ ഹമാസിൻ്റെ കയ്യിലുണ്ട് ഇസ്രയേലിൽ നിന്ന്. 6 ബന്ദികളെ അവർ അവിടെ വെടിവെച്ച് കൊന്നു തലയ്ക്ക് പിന്നിൽ. അപ്പോൾ വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. ബന്ദികളുടെ വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ, ഇവരെല്ലാവരും കൂടി വന്നിട്ട് നെതന്യാഹുവിൻ്റെ വീടിൻ്റെ മുമ്പിൽ, പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ മുമ്പിൽ 5 ലക്ഷത്തോളം പേര് അവിടെ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു പ്രക്ഷോഭമൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ നെതന്യാഹു ദുർബലനായിരിക്കുന്നു, ഇയാളുടെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടു എന്നൊക്കെ ഹിസ്ബുല്ല കരുതി ധരിച്ചു വശായി. പക്ഷേ മറ്റേ ഹിസ്ബുള്ള മനസ്സിലാക്കേണ്ടിയിരുന്നു, ശക്തമായ ഒരു ജനാധിപത്യമാണ് ഇസ്രയേലിൽ നിലനിൽക്കുന്നത്. ആ കാര്യം മറ്റേ ഹിസ്ബുള്ള മനസ്സിലാക്കിയില്ല. അങ്ങനെ ഇസ്രയേലിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ ലെവ് ആരൻ പ്രധാനമായിട്ടും അതിൽ പറയുന്നത്. അതിൽ പക്ഷേ വേറെയും പല കാര്യങ്ങൾ ഇസ്രയേലിനെ സംബന്ധിച്ചിട്ടുള്ളതുണ്ട്. അദ്ദേഹം പറയാണ്, 20 കൊല്ലം മുമ്പ് നസറള്ള പറഞ്ഞിരുന്നു എന്ന്, ഇസ്രയേൽ നശിച്ചു പോകും, കാരണം ഇസ്രയേലി സമൂഹം ദുർബലമാണ്, പാകതയില്ലാത്ത ദേശീയതയാണ് ഇസ്രയേലിൻ്റേത്, പട്ടാള ശക്തി കൊണ്ട് മാത്രമൊന്നും ഇസ്രയേലിന് നിലനിൽക്കാൻ പറ്റില്ല എന്ന് 20 കൊല്ലം മുമ്പ് നസറള്ള പറഞ്ഞിരുന്നു. അതും ഒരു അണ്ടർ എസ്റ്റിമേഷൻ ആണത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജനാധിപത്യം ശക്തമാണ് എന്ന് മാത്രമല്ല, ഈ വലിയ ദേശാഭിമാനമുള്ള ആളുകളാണ് അവിടെ ഉള്ളവർ. അതുകൊണ്ട് ഈ ഇസ്രയേലിന് പുറത്ത് ഇറാനിൽ പോലും ഈ അവരുടെ ചാരസംഘടനകളിലൊക്കെ നുഴഞ്ഞു കയറാനായിട്ടുള്ള ആളുകളെ കിട്ടും. പക്ഷെ ഇവിടെ മൊസാദിൻ്റെ അകത്തോ ഷിൻബത്തിൻ്റെ അകത്തോ അമ്മൻ്റെ അകത്തോ ഒക്കെ ഒളിച്ച് കയറാനായിട്ട് ഒരു ജൂതനെ പോലും കിട്ടില്ല. അങ്ങനെ ദേശാഭിമാനം ശക്തമാണ്. അതും ഇദ്ദേഹം ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ പേജർ എക്സ്പ്ലോഷൻ തുടങ്ങി, പിന്നെ ആ ഘട്ടം മുതൽ ഹിസ്ബുള്ളയുടെ നാശമായിപ്പോയി. പിന്നെ ഫൈറ്റർ ജെറ്റുകൾ അങ്ങോട്ട് കയറി ചെന്നിട്ട് കൈകാര്യം ചെയ്യുകയായിരുന്നു ചെയ്തത്. പിന്നെ ബങ്കർ ബോംബറുകൾ ഒക്കെ ഉണ്ടായിരുന്നു, ബോംബുകളും എല്ലാം കൂടി നിലവറയൊക്കെ നശിപ്പിച്ചു. അവിടെ ഒരു ഗർത്തം മാത്രമായിട്ട് രൂപപ്പെട്ടു.
ലെബനനും ഗാസയും ഈ ഇസ്രയേലിനെ പോലെ ലെബനൻ, ഗാസ ഈ പ്രദേശങ്ങളിലുള്ളവരൊന്നും സ്വാതന്ത്ര്യമുള്ളവരല്ല, അടിമകളാണവർ. അവരൊരു സ്വാതന്ത്ര്യ പോരാളികളായിട്ടൊന്നും അവരെ കരുതാൻ വയ്യ. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇസ്രയേലിലെ പ്രതിഷേധത്തിനെ തെറ്റിദ്ധരിച്ചത്. പിന്നെ സുപ്രീം കോടതിയെ ഈ കടന്നു കയറി അവിടെ ഈ നിയമം പാസ്സാക്കുമോ നെതന്യാഹു എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ജനങ്ങൾ അതിനെ ചോദ്യം ചെയ്തിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അമേരിക്കയിലെയും അമേരിക്കൻ ക്യാമ്പസുകളിലെ വിവരമില്ലാത്ത പിള്ളേരെ പോലെയല്ല ഇസ്രായേലികൾ. ഇദ്ദേഹം ലേഖനത്തിൽ പറയുകയാണ്, അമേരിക്കയിലെ ക്യാമ്പസിലെ പിള്ളേരുകൾ ഹമാസ് കി ജയ് എന്ന് വിളിച്ചിട്ട് ക്യാമ്പസിലൊക്കെ നടക്കും, കേരളത്തിലൊക്കെ നടക്കുമല്ലോ. അപ്പോൾ ആ പിള്ളേരെ പോലെയല്ല ഇസ്രായേലികൾ. പിള്ളേർക്ക് ബുദ്ധിയില്ല, ദേശാഭിമാനികളാണ് ഇസ്രായേലികൾ. ഭീഷണി ഉണ്ടായാൽ അവരൊന്നിച്ചു നിൽക്കും, അവർ ജീവൻ ബലിയർപ്പിക്കും രാജ്യത്തിന് വേണ്ടി. ഹിസ്ബുല്ലയും ഹമാസും ഈ കൈയാളിയിരുന്ന പ്രത്യയശാസ്ത്രം, മതപ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രം തകരുകയില്ല എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അത് തെറ്റാണ്. സ്വന്തം ജനത്തിന് നേരെ ഭീകരത ഉപയോഗിക്കുന്നവരാണ് അവർ രണ്ടുപേരും. ടെററൈസ് ചെയ്യാണ്, ടെററിസ്റ്റുകളാണ് അവർ. അങ്ങനെയൊന്നുമല്ല ഇസ്രയേലിലുള്ള ആളുകൾ. അപ്പോൾ അവർ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ അധീശത്വത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഹമാസോ ആണെങ്കിലും മറ്റവരാണെങ്കിലും ഹിസ്ബുല്ല ആണെങ്കിലും ചെയ്യുന്നത്, ഒരു സ്ഥലത്ത് പോവുക, ജനങ്ങളെ പേടിപ്പിച്ച് നിർത്തുക, വീടുകളിലൊക്കെ കൊണ്ടുപോയി റോക്കറ്റൊക്കെ വെക്കുക, ഇതിവിടെ ഇരിക്കട്ടെ, വീടിൻ്റെ തട്ടിൻപുറത്ത്, സെല്ലാറിൽ, മോളിൽ ഒക്കെ, അങ്ങനെ വീടുകളുമൊക്കെ ഏറ്റെടുക്കുകയാണ് ഇവർ. സ്വന്തം ജനത്തിന് നേരെ ഭീകരത ഉപയോഗിക്കുന്നു. ഇറാനും ഖത്തറും ഇവരെ പിന്തുണച്ചു. ഇറാനും ഖത്തറും പിന്തുണച്ചപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹമാസും ഹിസ്ബുല്ലയും ഈ മിതവാദികൾ ഉണ്ടാവുമല്ലോ ജനങ്ങൾക്കിടയിൽ, ഈ മിതവാദികളെ മുഴുവൻ അവർ അകറ്റി. ഇനി ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടുന്നുണ്ട്, ആയുധങ്ങൾ കിട്ടുന്നുണ്ട്, ഇനി ഞങ്ങളുടെ ഭരണമാണെന്നുള്ള മട്ടിൽ ഈ സമാധാനത്തിനെ പറ്റി സംസാരിക്കുന്നവരെയൊന്നും അടുപ്പിക്കില്ല എന്നുള്ളത് വന്നു. മിതവാദികളെ മുഴുവൻ അകറ്റി ഇവരുടെ ഒരു ഭരണമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ജനാധിപത്യ വിരുദ്ധരാണ് ഈ രണ്ടു കൂട്ടരും. അതിനാൽ തന്നെ അവർ ജനാധിപത്യ വിരുദ്ധരും ഭീകര സംഘടനയുമൊക്കെ ആയതുകൊണ്ട് തന്നെ ആ സംഘടനകൾക്കുള്ളിൽ മൊസാദിന് നുഴഞ്ഞു കയറാൻ പറ്റി. തിരിച്ച് മൊസാദിലേക്ക് പറ്റുന്നില്ല. ഇവർ ഭീകര സംഘടനയും ജനാധിപത്യ വിരുദ്ധരുമായതുകൊണ്ട് ഇവർ നശിക്കണം എന്ന് വിചാരിക്കുന്നവർ അവർ പ്രവർത്തിക്കുന്ന നാടുകളിൽ തന്നെയുണ്ട്. അങ്ങനെ നുഴഞ്ഞു കയറാൻ പറ്റിയ ചാരന്മാരെ മൊസാദിന് കിട്ടി. നസറുള്ളയ്ക്ക് അവസാനമായപ്പോൾ നസറുള്ളയോട് കൂറുള്ളവൻ ആരാണ്, കൂടെ ചുറ്റും നിൽക്കുന്നതിൽ മൊസാദിൻ്റെ ഏജന്റ് ആരാണ് തിരിച്ചറിയാൻ പറ്റാതെ വന്നു. അങ്ങനെയാണ് 20-ൽ 19 മുതിർന്ന നേതാക്കളും തീർന്നു പോയത്. ഇസ്രയേലിനുള്ളിൽ ചാരന്മാരെ ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഹമാസും ഹിസ്ബുല്ലയും ഇറാനും അവിടെയൊക്കെ മൊസാദ് നുഴഞ്ഞു കയറി. ലെബനനിൽ ഇസ്രയേൽ ഇൻ്റലിജൻസ് കോറും എയർഫോഴ്സുമാണ് ആക്രമണങ്ങൾ നടത്തിയത്. ലെബനനിൽ രണ്ടും ഈ ലിബറലായ സംവിധാനങ്ങളാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എയർഫോഴ്സും അതെ, ഇൻ്റലിജൻസിൻ്റെ ചാര സംവിധാനവും അതെ. വളരെ എന്ന് പറഞ്ഞാൽ ഈ ഭീകരവാദികളോ ഇതുപോലത്തെ സംഘടനകളല്ല, ജനാധിപത്യം പുലരുന്ന സംഘടനകൾ തന്നെയാണ്. അതായത് ജനാധിപത്യം നയിക്കുന്നതാണ്. പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ നയിക്കുന്ന സംഘടനകളാണ്. വേറെ നേതാക്കളില്ല എന്ന്, ഭീകര നേതാക്കളല്ല അവർക്കുള്ളത്. അവർ സാധാരണ ലിബറലായിട്ടുള്ള മനുഷ്യരെ പോലെയാണ് വീടുകളിൽ ജീവിക്കുന്നത്, രാജ്യത്ത് ജീവിക്കുന്നത്. അവർ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് ദേശാഭിമാനത്തോടു കൂടിയാണ്. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ലെബനനിൽ ഇസ്രയേൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൽ 2 കാര്യങ്ങൾ പ്രധാനമുണ്ടായിരുന്നു. ഒന്ന്, ഇസ്രയേലിൽ ഈ പട്ടാള സേവനം എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്.
സ്ത്രീക്കും അതെ, പുരുഷന് മാത്രമല്ല സ്ത്രീയും പട്ടാള സേവനം ചെയ്തിരിക്കണം എന്നുണ്ട്. അതിൻ്റെ ഗുണം എന്താ? ദേശാഭിമാനമുള്ള ജനതയായിരിക്കും അത് എന്നുള്ളതാണ്. അവർക്ക് ഇദ്ദേഹം പറയാണ്, അതുകൊണ്ട് പുരോഗമന പ്രത്യയശാസ്ത്രങ്ങളൊന്നും അവരെ ബാധിക്കില്ല. ഈ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. 2, ഇസ്രയേൽ US പറയുന്ന US-ൻ്റെ ആജ്ഞകളൊന്നും ചുമ്മാ കയറി അങ്ങനെ അംഗീകരിക്കാറില്ല. അതിന് ഉദാഹരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 1981 ബെഗിൻ ഇറാൻ റിയാക്ടർ, ഈ ഇസ്രയേൽ ഇറാൻ റിയാക്ടറുകൾ ബോംബ് ചെയ്തല്ലോ, ഇറാൻ്റെ ആണവ നിലയങ്ങളൊക്കെ നശിപ്പിച്ചപ്പോൾ അതിനെ റെയ്ഗൻ എതിർത്തിരുന്നു, പ്രസിഡന്റ് റെയ്ഗൻ. പക്ഷേ അത് മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ ഈജിപ്തിൻ്റെ അതിർത്തിയിൽ റാഫ, അത് ഈയിടെ ഇസ്രയേൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്ക എതിർത്തിരുന്നു. അപ്പോഴും ഇസ്രയേൽ അത് അങ്ങനെ കാര്യമാക്കിയില്ല. അപ്പോൾ അമേരിക്കയുടെ ഒരു ആജ്ഞാനുവർത്തിയൊന്നും അല്ല. ആ 2 കാര്യങ്ങളും ഒക്കെ ഹിസ്ബുല്ലയും ഹമാസിനെയും പോലുള്ളവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഹിസ്ബുല്ല ആയിരക്കണക്കിന് സുന്നികളെ കൊന്നൊടുക്കി. അങ്ങനെ മൊസാദിന് ഈ ഹിസ്ബുല്ലയിലൊക്കെ കടന്നു കയറാൻ പറ്റിയ ആളുകളെ കിട്ടി. കാരണം സുന്നികളെ തന്നെ കിട്ടി, തയ്യാറായി. ഇസ്രയേലിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ ചാരസംഘടനകളൊക്കെ നിലകൊള്ളുന്നത്. അപ്പോൾ ഹിസ്ബുല്ല ഈ നെതന്യാഹുവിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങളെ തങ്ങൾക്കുപയോഗിക്കാം എന്ന് തെറ്റിദ്ധരിച്ചു. ജനമെതിരാണ്, അതുകൊണ്ട് അങ്ങോട്ട് കുറേ മിസൈലൊക്കെ അയച്ചാൽ, റോക്കറ്റും ഒക്കെ അയച്ചാൽ നെതന്യാഹുവിന് രാജിവെച്ച് പോകേണ്ടി വരും. പിന്നെ വരുന്നയാൾ ചിലപ്പോൾ സമാധാനം ഉടമ്പടിയിലൊക്കെ ഒപ്പിടും എന്നൊക്കെ തെറ്റിദ്ധരിച്ചതിൻ്റെ പരിണത ഫലമാണിതെന്നാണ് ഇദ്ദേഹം ലെവ് ആരൻ പറയുന്നത്. ശരി. അല്ല, എന്തായാലും ഇത് ഇപ്പോൾ ഒരു ഇസ്രായേലി നയതന്ത്ര വിദഗ്ധൻ തൻ്റെ രാജ്യത്തിൻ്റെ, തീർച്ചയായിട്ടും തൻ്റെ രാജ്യത്തെ അനുകൂലിച്ചുകൊണ്ടും തൻ്റെ രാജ്യത്തിൻ്റെ വലിയ വിജയത്തിൽ ആനന്ദം കൊണ്ടുകൊണ്ടും ആ വിജയിച്ചതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ വെറുതെ വിജയിച്ചതല്ല. ഇങ്ങനെ വിജയിക്കണമെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ ചില പാഠങ്ങൾ അനിവാര്യമാണ്. ഇസ്രായേലിൻ്റെ ഒരു വിജയപാഠം ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം ആ ലേഖനത്തിലുണ്ട്. നമുക്കതിനോട് അതിൻ്റെ നിലപാടുകളോട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു ക്യാമ്പയിൻ എന്ന നിലയിൽ തന്നെ എടുക്കാം. പക്ഷേ ഒരുപടി വസ്തുതകൾ അതിനകത്തുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ജനാധിപത്യമുള്ള നാടുകളിലൊക്കെ പ്രതിഷേധം ഉണ്ടാവും. ഇപ്പോൾ അമേരിക്കയിൽ എന്തെല്ലാം വിഷയത്തിൽ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ പ്രതിഷേധം ഉണ്ടാകുമ്പോഴും അത് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രകടനവും ജനാധിപത്യത്തിൻ്റെ ഒരു കരുത്തുമാണ് എന്ന് ജനാധിപത്യം അറിയാത്തവർക്ക് മനസ്സിലാവില്ല. ഹിസ്ബുള്ളക്ക് അത് മനസ്സിലാവാത്തത് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ഹിസ്ബുള്ള കണ്ടിട്ടുള്ള ജനാധിപത്യം ഇറാൻ്റെ ജനാധിപത്യമാണ്. ഇറാനിൽ ഇപ്പോൾ പേരിന് പ്രസിഡൻറ്റും ഈ പറഞ്ഞ പ്രധാനമന്ത്രിയൊക്കെ ഉണ്ട്. പക്ഷെ ഭരിക്കുന്നത് ആയത്തുള്ള ഖുമൈനിയും ആയത്തുള്ള കാംനയിയും ഒക്കെയാണ്. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഭരണം എന്ന പേരിൽ ഈ പുരോഹിതന്മാരുടെ ഭരണമാണെന്ന് അവർക്കറിയാം. അതൊന്ന്. അവിടെ നടക്കുന്ന പ്രതിഷേധങ്ങളെ എങ്ങനെയാണ് ആ ഭരണകൂടം തന്നെ പെരുമാറുന്നത് അവർക്കറിയാം. ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനൊന്നും മുതിർന്നില്ല. ഇല്ല, അത് മുതലെടുക്കാനും മുതിർന്നില്ല അവരും. അതിനകത്ത് ഇപ്പോൾ ഇറാനകത്ത് നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളെ അവരുടേതായി കൈകാര്യം ചെയ്യാനേ ഇസ്രായേലും തയ്യാറായിട്ടുള്ളൂ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ്റെ ചുറ്റുപട്ടാളമായിട്ട് വളർന്നു വന്ന ഈ ഹിസ്ബുള്ള അവരുടെ എതിർപക്ഷത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെയാണ്? ഈ പറഞ്ഞ പോലെ ഇറാൻ്റെ എതിർപക്ഷത്ത് ഇപ്പോൾ ഇറാൻ ഷിയ തീവ്രവാദികളുടെ രാജ്യമാണ്. അതുകൊണ്ടാണ് ആ വഴിയിൽ സഞ്ചരിച്ചതുകൊണ്ടാണ് ഹിസ്ബുള്ള അവരുടെ ഔദ്യോഗികമായ പാറ്റേണേജൊക്കെ കിട്ടിയത് അങ്ങനെയാണ്. എന്നാൽ അവരുടെ എതിർപക്ഷത്ത് ആരാണ്? സുന്നി തീവ്രവാദികളാണ്. അവരുടെ രീതി ഏതാ ഒന്നാലോചിച്ചു. അവരിൽ നിന്ന് അവരെന്താ പഠിക്കുക? ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് പഠിക്കുന്ന ഏതെങ്കിലും പാഠം ISIS നിന്ന് പഠിക്കാനില്ലല്ലോ. വേറൊന്ന്, ഇവരുടെ ശത്രു രാജ്യം ഏതാണ്? ശത്രു രാജ്യം സൗദി അറേബ്യയാണ്. അവിടെ എവിടെ ജനാധിപത്യം? അപ്പോൾ ഇവർക്ക് സ്വന്തം ഭാഗത്തു നിന്നും ഇവർ പൊരുതിക്കൊണ്ടിരിക്കുന്ന എതിരാളികളുടെ ഭാഗത്തു നിന്നും ജനാധിപത്യം പഠിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒന്ന്. അതേ സമയത്ത് അവർ ഇസ്രായേലിനെ ആ കണക്കിൽ കൂട്ടി ഇസ്രായേലിലെ ജനാധിപത്യം, ഇസ്രായേലിൽ എവിടെയെങ്കിലും തീർച്ചയായിട്ടും ഒരു ഭരണകൂടത്തിന് തെറ്റുപറ്റുമ്പോൾ ജനങ്ങൾ തിരുത്തുന്നുണ്ടാവും. അതിനെ എങ്ങനെയാണ് ഇവർ മനസ്സിലാക്കിയത്? ആ രാജ്യത്തിൻ്റെ മുഴുവൻ പ്രിൻസിപ്പിളും വിട്ട് ആ രാജ്യത്തിൻ്റെ മുഴുവൻ ദേശീയ സുരക്ഷയും വിട്ട് അവർ കളിക്കുമോ? വേറൊന്ന്, ഇവർക്ക് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ പറ്റിയത്, ഇദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ പറ്റിയത് ഇസ്രായേൽ എങ്ങനെ ഉണ്ടായി എന്നും, ഇല്ലാത്തൊരു രാജ്യം കൺമുമ്പിൽ നിൽക്കെ
കൺമുമ്പിൽ നിൽക്കെ ഒരു 75 കൊല്ലം കൊണ്ട് ഒരു രാജ്യം ലോകത്തിലെ ഏറ്റവും സുശക്തമായ ഒരു ഭരണക്രമം, ഒരു ഭരണകൂടമായി തീർന്നതിൻ്റെ പിന്നിലെ കമ്മിറ്റ്മെൻറ്റ് ഇവർ പഠിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു മുമ്പുള്ളൊരു കാര്യം, ജൂത ജനതയുടെ ദേശീയ വികാരം അല്ലെങ്കിൽ അവരുടെ ഒരു ഒരുമയുടെ വികാരം, അവർ വംശീയ വികാരം, അമാതിരി വികാരങ്ങളൊക്കെ നമുക്ക് യോജിക്കുകയും വിയോജിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അത് എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. ഒരു വംശത്തിൽ പിറന്നു എന്ന ഒറ്റ കാരണത്തിന് ഭൂമിയിൽ ഇത്രയേറെ ഭീകരമായി കൂട്ടക്കൊല ചെയ്യപ്പെട്ടൊരു ജനത വേറെ ഉണ്ടായിട്ടില്ല. ആ ജനത അതുകൊണ്ട് തന്നെ ഒന്നിച്ചിട്ടുണ്ട്. ആ ജനത അതുകൊണ്ട് തന്നെ വംശീയമായ ഒരു വികാരം ഭൂമിയിൽ ആരെക്കാളും അവർക്കുണ്ടാകും. ആ വംശീയ വികാരമാണ് ഇസ്രായേലിൻ്റെ ദേശീയ വികാരം. ഇതൊക്കെ ഇവർ മനസ്സിലാക്കിയതിൻ്റെ പ്രശ്നമുണ്ട്. ഒടുവിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ് സാർ ഈ ലേഖനത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. നിർബന്ധ സൈനിക സേവനം ഇവരൊക്കെ ഏർപ്പെടുത്താറുണ്ട്. ചില ഘട്ടങ്ങളിൽ ഇറാഖ് സദ്ദാം ഹുസൈനെ ഏർപ്പെടുത്തി, പല രാജ്യങ്ങളും ഏർപ്പെടുത്താറുണ്ട്. പക്ഷേ അറബ് രാജ്യങ്ങളുടെ വ്യത്യാസം എന്താ? ആണുങ്ങൾക്ക് മതി, പെണ്ണുങ്ങൾക്ക് സൈനിക സേവനം. ഞാൻ ഇറാഖിൽ പോയപ്പോൾ കണ്ടൊരു കൗതുകം നിറഞ്ഞ കാഴ്ച ഞാൻ പറയാം. ഇറാഖി പത്രങ്ങളിൽ ഈ മാട്രിമോണിയൽ പരസ്യം വരും. വരനെ ആവശ്യമുണ്ട്, ഗ്രൂം അങ്ങനെയുണ്ടല്ലോ, ഗ്രൂം വാണ്ടഡ് അങ്ങനെയുള്ളൊരു സാധനം ഉണ്ടാവും, ഗ്രൂം റിക്വയർഡ്, അങ്ങനെ പരസ്യങ്ങൾ വരും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ, വരനെ ആവശ്യമുണ്ട് എന്ന് പരസ്യം കൊടുക്കുന്നതിൻ്റെ താഴെ എപ്പോഴും ഒരു വരി ഉണ്ടാവും, ദ ഹാൻഡിക്യാപ്, ദോസ് ഹൂ ഹാൻഡിക്യാപ്ഡ് ആർ പ്രിഫേർഡ്. അംഗവൈകല്യമുള്ളവർക്ക് മുൻഗണന. അപ്പോൾ അംഗവൈകല്യമുള്ളവർക്ക് വിവാഹ മാർക്കറ്റിൽ മുൻഗണന കിട്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇറാഖിൽ. അതെന്തുകൊണ്ടെന്ന് തന്നെ സാറിന് മനസ്സിലായിട്ടുണ്ടോ? കാരണം അവൻ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. അംഗവൈകല്യമില്ലാത്ത ആരോഗ്യമുള്ള മുഴുവൻ ചെറുപ്പക്കാരും പട്ടാളത്തിലാണ്. അതുകൊണ്ട് വീട്ടിൽ കിട്ടുന്നൊരു പുയ്യാപ്പിള എപ്പോഴും വികലാംഗനായിരിക്കും, അതുകൊണ്ട് അവർക്ക് മുൻഗണന. ഇത് എന്തുകൊണ്ടാണെന്നറിയാം, ആണുങ്ങൾക്ക് മതി, പെണ്ണുങ്ങൾക്ക്. അതേ സമയത്ത് ഒരു പുരുഷൻ്റെ കൂടെ രാജ്യത്തിന് വേണ്ടി ഞാൻ സത്യത്തിൽ ഇത് കേട്ടപ്പോൾ വിചാരിച്ചത് എന്തായിരുന്നറിയോ, ഈ പോരാട്ടത്തിനൊക്കെ പോയിട്ടേ എപ്പോഴും ബോംബ് വീഴുന്ന സ്ഥലമാണല്ലോ, പോരാളിയായിട്ട് ഈ അംഗവൈകല്യം വന്ന ആളെയായിരിക്കും പ്രിഫർ ചെയ്യുന്നത്, ദേശാഭിമാനം കൊണ്ടായിരിക്കുന്ന വിചാരിച്ചു. അതെ അതെ, നമ്മളങ്ങനെ ധരിക്കുക. നേരെ തിരിച്ചാ. അതേ സമയത്ത് ഒരു പോരാളിയായ ചെറുപ്പക്കാരൻ്റെ കൂടെ നിർബന്ധ സൈനിക സേവനത്തിന് പോകാനും അവനോടൊപ്പം രാജ്യത്തിന് വേണ്ടി പോരാടാനും കൂടി ഈ പെൺകുട്ടിക്ക് അവസരമുണ്ടെങ്കിലോ അപ്പോൾ അവൾ ഈ പ്രിഫറൻസ് അല്ല കൊടുക്കുക, രാജ്യത്തിന് വേണ്ടി പൊരുന്നവനായിരിക്കുമല്ലോ അപ്പോൾ മുൻഗണന കൊടുക്കുക. അപ്പോൾ ആ ഒരു വ്യത്യാസം വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമാണ്, ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം. ഈ ആണും പെണ്ണും രാജ്യത്തിന് വേണ്ടി പൊരുതുമ്പോൾ അതിലുണ്ടാകുന്ന മക്കളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ദേശാഭിമാനം, ഇതൊക്കെ ഇസ്രായേലിൽ നിന്ന് പഠിക്കേണ്ട വലിയ പാഠങ്ങൾ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. ഏതായാലും ഈ ലേഖനം ഒരുപാട് കാര്യങ്ങൾ, ഇസ്രായേലിൻ്റെ കൊടിയ ശത്രുക്കൾക്ക് പോലും എന്തുകൊണ്ട് ഇസ്രായേൽ ഇങ്ങനെ, മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള നേരത്ത് മാത്രം എത്ര വലിയ അയൽക്കാരനോടും എതിരാളിയോടും നമുക്ക് സഹായം തേടാം. അത് മാന്യമായ ഒരു കരാറാണ്. ഞങ്ങളിപ്പോൾ കഷ്ടപ്പാടിലാണ്, സഹായിക്കും. അതിനർത്ഥം പിന്നീട് അവൻ്റെ രാജ്യത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പൊരുതാൻ തീരുമാനിച്ച സമയത്ത് അതിൽ ഇടപെടാൻ അവന് അവസരം കൊടുക്കരുത്. അതുകൊണ്ട് അമേരിക്കയോട് ഇപ്പോൾ ഇവരെടുക്കുന്ന സമീപനമാണ്, UK എടുക്കുന്ന സമീപനമാണ്. ഒരു കാലത്ത് 48-ൽ നിങ്ങൾ ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, നന്ദിയുണ്ട്. ഇപ്പം ഞങ്ങൾ ഞങ്ങളുടേതായ നിലപാടും ഞങ്ങളുടേതായ ശക്തിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ദയവായി ഞങ്ങളെ സഹായിക്കാൻ വരരുതേ എന്നാണല്ലോ എൻ്റെ അപേക്ഷ. അതും ഒരു രാജ്യത്തിൻ്റെ അസ്തിത്വമായിട്ട് ബന്ധപ്പെട്ട, ഐഡൻറ്റിറ്റിയായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് ജനാധിപത്യ പാഠങ്ങൾ ഈ ലേഖനത്തിലുണ്ട്. അത് ഇസ്രായേലിലൂടെ ആണെങ്കിൽ പോലും ലോകം പഠിക്കട്ടെ എന്ന് വേണം നമുക്ക് ഈ സമയത്ത് പറയാം. തീർച്ചയായിട്ടും ആ വാർത്ത സാറ് പുറത്തു കൊണ്ടുവന്നത് വളരെ ഉപകാരപ്പെടും നമ്മുടെ പ്രേക്ഷകർക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നന്ദി പറയുന്നു സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.